ഹലോ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ബയോളജി ഏതെങ്കിലും ഒരു ടഫുള്ള സബ്ജക്റ്റ് നമുക്കുണ്ടെങ്കിലും നീറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, നീറ്റിനെ എങ്ങനെയാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്, എങ്ങനെയാണ് ഒരു ഹാർഡർ സബ്ജക്റ്റിനെ നേരിടേണ്ടതെന്നുള്ളത്. സോ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് ചില കുട്ടികൾ പറയുന്നുണ്ട്, സാർ എനിക്ക് ഫിസിക്സ് പാടാണ്. സോ 30 ചാപ്റ്റർ ഉള്ളതിൽ ഞാൻ എളുപ്പമുള്ള ഒരു 15-17 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ട്, 13 ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ 13 ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് ബയോളജിയിലും കെമിസ്ട്രിയിലും ഫുള്ള് മാർക്ക് മേടിച്ചിട്ട് എനിക്ക് അങ്ങ് എന്താ പറയുക നീറ്റ് ക്രാക്ക് ചെയ്തൂടെ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ഹാർഡർ ആയിട്ടുള്ള സബ്ജക്റ്റ് ചില ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ ഹാർഡറാണ്, ചിലത് ഫിസിക്സിൽ ഹാർഡറാണ്. ഇതൊക്കെ ഞാൻ എലിമിനേറ്റ് ചെയ്തോട്ടെ എന്നുള്ളതാണ്. സോ അത് ജെനുവിൻലി തുടക്കത്തിലെ ആലോചിക്കുന്ന സമയത്ത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു തോട്ടാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ 160ഓളം MCQs മാത്രം ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എൻട്രൻസ് കിട്ടും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയും. സോ ഒരു 20 MCQ വരാമെന്ന ചാപ്റ്ററൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് വളരെ ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനകത്ത് വലിയൊരു വിപത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഫിസിക്സിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് പാടായതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. ആൻഡ് പകരം നമ്മൾ ബാക്കി ഗ്രാവിറ്റേഷനൊക്കെ പോലത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, എളുപ്പമാണ് എന്നുള്ള നിലയിൽ അത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് നിങ്ങളൊന്ന് വിചാരിക്കുക, ഈ ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചു വെച്ച ആ ഒരു ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ലെവൽ 3 അല്ലെങ്കിൽ ലെവൽ 4 അല്ലെങ്കിൽ കുറച്ചും കൂടി കടുപ്പമുള്ളൊരു ചോദ്യം ചോദിക്കണം. നമ്മൾ ഇതുവരെ കാണാത്ത ലെവലിൽ ചിലപ്പോൾ IIT ഒക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സോ നമുക്കത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച ചാപ്റ്റർ എന്നുള്ള ആ ക്വസ്റ്റ്യൻ നമുക്ക് നഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി സ്കിപ്പ് ചെയ്ത ചാപ്റ്റർ ഉണ്ട്, ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അത് കൂളംസ് ലോ എന്നൊക്കെ വളരെ സിമ്പിളായിട്ട്, അതായത് 1 കൂളംബ് വീതമുള്ള 2 ചാർജുകൾ അത് 1 മീറ്റർ ഡിസ്റ്റൻസിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം F is equal to 1/4πε0 Q1 Q2/r². Q1ഉം Q2ഉം Rഉം 1 ആയതുകൊണ്ട് ആ 1/4πε0 വാല്യൂ മാത്രമായിരിക്കും ഫോഴ്സ് വരുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 0 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ. സോ അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ ഒരു സ്കിപ്പ് ചെയ്ത ചാപ്റ്ററിൽ നിന്ന് വളരെ സിമ്പിൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ പഠിച്ച ചാപ്റ്ററുകളിൽ നിന്ന് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ടോട്ടലി നമുക്ക് വലിയൊരു മാർക്ക് ലോസ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ പർട്ടിക്കുലർലി ഹാർഡ് ആണെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സപ്പോസ് ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്റർ ഓരോ വിഷയത്തിലും ബയോളജിയിൽ നടക്കാൻ ചില ചാപ്റ്റേഴ്സ്, ഇപ്പോൾ റെസ്പിറേഷൻ പ്ലാന്റ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ലെവൽ 1 ലെവൽ 2 ഉള്ള വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ലെവൽ 3 ലെവൽ 4 ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ചെയ്തു പോയെങ്കിൽ പോലും നമുക്ക് ഒരുമാതിരിപ്പെട്ട ചാപ്റ്ററിൽ നിന്നൊക്കെ നല്ലൊരു എമൗണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് മക്കളെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ പറയാണ്, ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത്. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെവൽ 1 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലെവൽ 2 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിരിക്കണം. അതിൻ്റെ ബേസ് തിയറിയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഒന്നും അറിയില്ലാത്ത രീതിയിൽ, ഒന്നും പഠിക്കാത്ത രീതിയിൽ ഒരൊറ്റ ചാപ്റ്റർ പോലും നീറ്റിന് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവരുത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ വീഡിയോ ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനമാവുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. എന്ത് ഡൗട്ടോ എന്ത് കൺഫ്യൂഷനോ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നോക്കട്ടെ. ബൈ.